ശ്രീ ജോർജ് പൊടിപ്പാറ, സർക്കാർ വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യമാണ്. ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന ഒരു മേഖല തന്നെയാണ് ആരോഗ്യ മേഖല. ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്ന വളരെ ദാരുണമായൊരു സംഭവമാണ്. പ്രതിപക്ഷമൊക്കെ ഇതൊരു ആയുധമാക്കി മാറ്റിയാലും സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു വീഴ്ച ഉണ്ടായി. അത് വലിയൊരു വീഴ്ച തന്നെയാണ്. ഇന്നലെ മന്ത്രിമാരൊക്കെ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ ബിൽഡിംഗ് ഉപയോഗശൂന്യമാണ്, ഇത് ഉപയോഗിക്കാറില്ല എന്നുള്ളൊരു കാര്യമാണ്. കുറച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഈ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ആ രോഗികൾ തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കും സർക്കാരിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ആരോഗ്യ മേഖലയിലൊക്കെ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കരിനിഴലൊക്കെ മാറ്റി വരാൻ സാധിക്കുക? ആരോഗ്യ സംബന്ധിച്ചിടത്തോളം ഈ കരിനിഴൽ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും ഒന്നിനു പുറകെ ഒന്നായിട്ട് വിഷയങ്ങൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുണ്ടായിക്കൊണ്ടിരിക്കും. സർക്കാരിന്റെ പ്രതിച്ഛായ, പ്രത്യേകിച്ച് മന്ത്രി വീണ ജോർജിന്റെ പ്രതിച്ഛായ വല്ലാതെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ വളർന്നു കഴിഞ്ഞു. ഇപ്പൊ ഡോക്ടർ ഹാരിസിന്റെ പ്രസ്താവന അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് സൃഷ്ടിച്ച ആ ഒരു വിവാദത്തിന് തൊട്ട് പിന്നാലെയാണ് അതിനേക്കാൾ വലിയ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായിരിക്കുന്നത്. 2013 മുതൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഏത് സമയം തകർന്നു വീഴാം, അപകട സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ, ഒരു ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൽ ഇപ്പോഴും ഈ 2025 അതിന് പകരം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. അങ്ങോട്ട് രോഗികളെ മാറ്റിയിട്ടുമില്ല. ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതല്ല പ്രശ്നം. കെട്ടിടത്തിലേക്ക് അങ്ങനെ ഇടിഞ്ഞു വീഴാറായ ഏത് സമയത്തും ഇടിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടത്തിലേക്ക് ഈ ആളുകളെ, അവിടെ വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആ പ്രദേശത്തേക്ക് പ്രവേശനം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതിൽ മന്ത്രി ഉത്തരവാദിയല്ല, അല്ലെങ്കിൽ സർക്കാർ ഉത്തരവാദിയല്ല. പക്ഷെ അങ്ങനെ ഇടിഞ്ഞു വീഴാറായ ഒരു കെട്ടിടത്തിലേക്ക് ഇപ്പോഴും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കടത്തിവിടുന്നു. അവിടുത്തെ ശുചിമുറികൾ തുറന്നു കൊടുത്തിരിക്കുന്നു. മാത്രമല്ല, ആ കെട്ടിടത്തിൽ ഇപ്പോ ഈ ശുചിമുറി സമുച്ചയത്തിന്റെ ഒരു ഭാഗം മാത്രമേ തകർന്നു വീണിട്ടുള്ളൂ, ശുചിമുറി സമുച്ചയത്തിന്റെ. പക്ഷെ അത് കൂടുതൽ ഭാഗങ്ങൾ തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു. മാത്രമല്ല, ആ കെട്ടിടത്തില് സർക്കാരും മന്ത്രിമാരും, ഇപ്പോ വി.എൻ. വാസവനോ അല്ലെങ്കിൽ മന്ത്രി വീണ ജോർജോ അതല്ലെങ്കിൽ ഔദ്യോഗിക സംവിധാനമോ എന്ത് ന്യായീകരണങ്ങൾ നിരത്തിയാലും ആ കെട്ടിടത്തില്, ആ ബിൽഡിങ്ങിലെ പല നിലകളിലായിട്ട് രോഗികളെ കിടത്തിയിരുന്നു. അവിടെ നൂറുകണക്കിന് രോഗികളുണ്ടായിരുന്നു. ആ രോഗികളെ മുഴുവൻ ഈ അപകടത്തിന് ശേഷമാണ് അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത്. അപ്പൊ കള്ളം പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പൊ സൂപ്രണ്ട് വളരെ നല്ല മനുഷ്യനാണ്, എനിക്കറിയാം, ഡോക്ടർ ജയകുമാർ. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹൃദ്രോഗ വിദഗ്ധനാണ്. ആ കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. അദ്ദേഹത്തിന്റെ ആ കപ്പാസിറ്റിയെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ഡെഡിക്കേഷനെ കുറിച്ചോ ഒന്നും ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ ഇത്തരം ഡോക്ടർമാരെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഇതിലേക്ക് ചുമതല കൂടി കൊടുത്ത് മാറ്റണമെന്നുള്ളത് വേറെ കാര്യം. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പാവപ്പെട്ട സ്ത്രീ അങ്ങോട്ട് പോയി അതിനകത്ത് പെട്ടിട്ടുണ്ടെന്ന് പറയാൻ, അല്ലെങ്കിൽ അതിനകത്തൊരു പരിശോധന നടത്താൻ ആ കുട്ടി, ആ സ്ത്രീയുടെ ബിന്ദുവിന്റെ മകള് എറണാകുളത്ത് വിളിച്ചു പറഞ്ഞിട്ട് അവിടുന്ന് ഇവരെ അറിയിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എന്ത് നിരുത്തരവാദപരമാണത്? എങ്ങനെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നത്? അതായത് കേരളം നമ്പർ 1 എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ ഒരു പരിശോധന നടത്താൻ സാധാരണഗതിയിൽ തകർന്നു വീണ് കെട്ടിടത്തിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒരു നോർമൽ പ്രൊസീജിയറാണ്. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരിശോധിക്കുക എന്നുള്ളത്. ഇതിപ്പോ അങ്ങോട്ട് അവിടെ JCB വന്നിട്ടും വീണ്ടും എത്രയോ കഴിഞ്ഞിട്ടാണ് JCBക്ക് അങ്ങോട്ട് എത്താനുള്ള ഒരു എൻട്രൻസ് ഉണ്ടാക്കിയത്. അതിനും എത്രയോ കഴിഞ്ഞിട്ടാണ് അത് പരിശോധന നടന്നതും ഈ പാവപ്പെട്ട സ്ത്രീ മരിച്ചതും. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1-1.5 മണിക്കൂർ മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ച് പരിക്കുകളോടെ, അല്ലെങ്കിൽ ഗുരുതരമായ പരിക്കുകളുണ്ടാകാം, എങ്കിലും അവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ ഇതൊന്നും ഉണ്ടാകാതിരുന്നിട്ട് ഇത് പ്രതിപക്ഷം കുത്തിപ്പൊക്കുന്ന ആരോപണമാണ്. പ്രതിപക്ഷം ആരോഗ്യമന്ത്രിയുടെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുകയാണ്, സർക്കാരിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ, വി.എൻ. വാസവനെ പോലെ ഈ മെഡിക്കൽ കോളേജിന്റെ A to Z, ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് 6 വർഷം. വി.എൻ. വാസവൻ മന്ത്രിയെ പോലെ ഈ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അറിയാവുന്ന വേറൊരാളില്ല. ആ മന്ത്രി തന്നെ വന്നു എന്ന് പറയാണ് അവിടെ ആരും ഇല്ലായിരുന്നു. മാത്രമല്ല, ആ വാർഡില്, ആ തകർന്നു വീണ ബ്ലോക്കില് ആരെയും കിടത്തിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. അദ്ദേഹം എല്ലാം അറിഞ്ഞുകൊണ്ട് നുണ പറയാണ്. കാരണം ആ ആസ്പത്രിയിൽ എവിടെയൊക്കെ ആളുണ്ടെന്നും എവിടെയൊക്കെ ആളില്ലെന്നും എവിടെയൊക്കെയാണ് പ്രശ്നമെന്നും എവിടെയൊക്കെയാണ് എല്ലാ കാര്യവും അത്രത്തോളം അറിയുന്ന ഒരാൾ ഒരുപക്ഷെ വേറെ കേരളത്തിൽ ആരും ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലമാണ്. ആ MLA ആകുന്നതിന് മുമ്പും MLA ആയ ശേഷവും മന്ത്രിയായ ശേഷവും ഒക്കെ ആ മെഡിക്കൽ കോളേജിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യമില്ല. A to Z കാര്യങ്ങൾ വാസവ മന്ത്രിക്ക് അറിയാം. അങ്ങനെയുള്ള ഒരാള് അവിടെ വന്നിട്ട് പറയാണ്, ഡോക്ടർമാര് പറഞ്ഞു, സൂപ്രണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ പറഞ്ഞു ആ വാർഡിൽ ആരെയും കിടത്തിയിരുന്നില്ല, ആ ബ്ലോക്കിൽ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് തൊണ്ട തൊടാതെ വിഴുങ്ങി അതേപടി പറയാണ്. മന്ത്രി വീണ ജോർജിന്റെ കാര്യത്തിൽ ഞാൻ അംഗീകരിക്കും. അവർക്ക് കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെയും ചുമതലയുണ്ട്.
അവർക്ക് ഓരോ മെഡിക്കൽ കോളേജിലും എവിടെയൊക്കെ അത് കിടക്കുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ VN വാസവൻ മന്ത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആ ബ്ലോക്കിൽ ആരെയും കിടത്തിയിരുന്നില്ല എന്ന് സൂപ്രണ്ട് പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അത് അതേപടി ആവർത്തിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ഒഴിഞ്ഞുമാറൽ തന്നെയായിരുന്നു. അത് അദ്ദേഹത്തെ ഒരാൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. കാരണം അദ്ദേഹത്തിന് അറിയാത്ത ഒരു കാര്യവും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇല്ല. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ്, അദ്ദേഹമാണ് അതിന്റെ A to Z, അതിന്റെ ഡെവലപ്മെന്റ് കമ്മിറ്റി ആയാലും എല്ലാറ്റിലും മന്ത്രി ആവുന്നതിന് മുമ്പ് മുതലേ അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കോട്ടയം MLA പോലും ഒഴിവാക്കിയിരിക്കുകയാണ് അതിന്റെ ഒരു റോഡിന്റെ ഇപ്പറാണെന്ന് പറഞ്ഞു. അവിടെ വെച്ച് കോട്ടയം നിയോജകമണ്ഡലം ഒഴിവാക്കി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പൊ അതിനകത്ത് മെമ്പറല്ല. ഇദ്ദേഹത്തിന്റെ അധീനതയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. എന്നിട്ടിപ്പോ സത്യം പറഞ്ഞ ഇതിനകത്ത് പ്രതിപക്ഷം ഒച്ചപ്പാടുണ്ടാക്കുന്നതിൽ എങ്ങനെയാണ് കുറ്റം പറയുക? ഇത്രയും നിരുത്തരവാദപരമായ, ഇപ്പൊ അപകടം ഉണ്ടാവാം, അപകടത്തിൽ ആളുകൾ അകപ്പെടാം, ഇതൊക്കെ ആരുടെയും കയ്യിലിരിക്കുന്ന കാര്യമല്ല. പക്ഷെ 2016 മുതൽ 2025 വരെയുള്ള 9 വർഷക്കാലം കൊണ്ട് ആ പകരം ഉള്ള ആ സമുച്ചയം അല്ലെങ്കിൽ ആ കെട്ടിടം 569 കോടിയുടെ മറ്റൊരു വലിയ ബ്ലോക്ക് പണിതിട്ടുണ്ട്. ആ പണിത മന്ദിരത്തിലേക്ക് അല്ലെങ്കിൽ ആ കെട്ടിടത്തിലേക്ക് ഈ രോഗികളെ മാറ്റാൻ നാളും പക്കവും രാശിയൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? സത്യത്തിൽ എന്നേ മാറ്റേണ്ടതായിരുന്നു. ഇപ്പൊ പറയുന്നു അണുമുക്താക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് ഓപ്പറേഷൻ തിയേറ്ററുകൾ. വാർഡുകളിലേക്ക് എന്നേ മാറ്റേണ്ടതായിരുന്നു. എല്ലാം ഈ എല്ലാം പറഞ്ഞ ഉദ്ഘാടനത്തിനാണ് പ്രാധാന്യം. അതിനൊരു സപ്ലിമെന്റ് ഒക്കെ ഇറക്കി ഞങ്ങൾ 569 കോടിയുടെ ബ്ലോക്ക് ഉദ്ഘാടനം എന്നൊക്കെ പറഞ്ഞ് അത് വലിയ മേനി നടിക്കാൻ വേണ്ടിയായിരിക്കും ഇത്രയും കാത്തിരുന്നത്. ഏതായാലും ഇത് വലിയ ക്രൂരതയായി പോയി, വലിയ എന്താ പറയാ കൃത്യവിലോപമായി പോയി, പിടിപ്പുകേടായി പോയി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കുടുംബത്തോട്, ഒരു കുടുംബത്തിന്റെ അത്താണിയായ, ഒരു കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ ഒരു പാവ സ്ത്രീ സുഖമില്ലാത്ത മകളെയും കൊണ്ട് ആസ്പത്രി വന്നിട്ട് ആ മകള് കരഞ്ഞു പറയുന്നത് വരെ ആ മണ്ണിനടിയിൽ ആ സ്ത്രീ ഉണ്ടായിരുന്നു എന്നൊന്ന് പരിശോധിക്കാൻ പോലും ഈ എന്താ പറയാ ഫയർഫോഴ്സും പോലീസും 2 മന്ത്രിമാരുടെ സാന്നിധ്യം പിന്നെ സകലമാന തമ്പരാക്കന്മാരും അവിടെ ഉണ്ടായിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ശുദ്ധമേ പറഞ്ഞാൽ ഇത് അങ്ങേയറ്റത്തെ കുറ്റകരമായ അനാസ്ഥയാണ്, അങ്ങേയറ്റത്തെ വലിയ വീഴ്ചയാണ്. എന്നിട്ട് പ്രതിപക്ഷവും ചാണ്ടി ഉമ്മനും അത് മുതലെടുക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പ്രതിപക്ഷം എന്താ മിണ്ടാതിരിക്കണം? അവരുടെ ജോലി എന്താ? വീണ ജോർജ് തുടർച്ചയായിട്ടുള്ള അവർ ഒരുപക്ഷെ അവരുടെ സമയദോഷമാകാം ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട്. പക്ഷെ ഉണ്ടാകുന്ന കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും അവരുടെ പിടിപ്പുകേടും ഉത്തരവാദിത്തമില്ലായ്മയും വെളിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അതിന് ആരാ ഉത്തരവാദി? അവർ സ്വയം വടി കൊടുത്ത് അടിമേടിക്കുകയാണ്. അതായത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ആ ഒരു ഔചിത്യം അവരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഹാരിസിന്റെ കാര്യത്തിൽ അയാൾ സത്യമല്ലേ പറഞ്ഞത്? റിപ്പോർട്ടിൽ പോലും അതാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ വസ്തുത. മാത്രമല്ല അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികൻ കൂടിയാണ്. അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഈ സ്വരാജ് ജയിക്കണമെന്ന് ആഗ്രഹിച്ച് പോസ്റ്റ് ഇട്ട ആളാണ്. ആ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ പോലും വിശ്വസിക്കാൻ അദ്ദേഹത്തെ പോലും വിശ്വാസത്തിലെടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് സ്ഥാപിച്ചെടുത്ത് അദ്ദേഹത്തിനെതിരെ നടപടി. ഇനിയിപ്പോ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു താക്കീതിലൊക്കെ ഒതുങ്ങിയേക്കാം. അത്രയേ ഉള്ളൂ. ഏതായാലും ഇത് ആരോഗ്യ രംഗത്തെ 1ാം സ്ഥാനം എന്ന് പറഞ്ഞ് അഹങ്കരിക്കുമ്പോഴും ഇനിയും ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റമിക് ഫെയിലിയർ ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ എളുപ്പമാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് നേരെയാക്കേണ്ടതും അത് നന്നായി നടത്തേണ്ടതും അതിനുള്ള മന്ത്രിയും അതുപോലെ തന്നെ ഉന്നത തലത്തിലുള്ള ഉദ്യോഗസ്ഥരും ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ. അത് സിസ്റ്റത്തിന്റെ പരാജയമാണെന്ന് ഏത് സംഭവം ഉണ്ടാകുമ്പോഴും പറഞ്ഞാൽ എങ്കിൽ പിന്നെ സിസ്റ്റം അടച്ചു വാർക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സംവിധാനങ്ങളൊക്കെ? ഇതിനകത്ത് പ്രതിപക്ഷം സമരം ചെയ്യുന്നതും പൊതുസമൂഹം ഈ സംഭവങ്ങളെ അപലപിക്കുന്നതും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നു, സർക്കാരിന്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുന്നതും ഒക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിനകത്ത് ആരെങ്കിലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ പ്രതിപക്ഷം അതിനകത്ത് രാഷ്ട്രീയ ഇതിന്റെ അവസരം കിട്ടുമ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നുള്ളത്. അത് ഇടതുപക്ഷമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ ഇന്ന് കോട്ടയത്ത് എന്തായിരുന്നു ഉണ്ടാവുക? ഇടതുപക്ഷം കോൺഗ്രസ് UDF ഭരിക്കുകയും ഇടതുപക്ഷം പ്രതിപക്ഷത്തായിരുന്നെങ്കിൽ ഇന്ന് കോട്ടയം നഗരത്തിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ഇത്ര സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും സാധിക്കില്ല. അപ്പോ ഈ പറഞ്ഞ പോലെ ഇതിനകത്തെ വീഴ്ച സർക്കാരിന്റേതാണ്, സംവിധാനത്തിന്റേതാണ്. മെഡിക്കൽ കോളേജ് അധികൃതരുടെ, സൂപ്രണ്ടിന്റെയും പ്രിൻസിപ്പലിന്റെയും ഭാഗത്തുനിന്ന് അക്ഷന്തവ്യമായ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് സമയത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അല്ലെങ്കിൽ ചുമതലയുള്ള കളക്ടർ ആ സ്ഥലത്തേക്ക് വന്ന് 5 മണിക്കാണെന്ന് ആലോചിക്കണം. എന്നിട്ട് ആ കളക്ടറെയാണ് ഇപ്പൊ അന്വേഷിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപകടം ഉണ്ടായിട്ട് ആ സ്പോട്ടിൽ സമയത്ത് എത്താൻ പോലും തയ്യാറാകാത്ത ഉത്തരവാദിത്തമുള്ള കളക്ടറെ പിടിച്ച് ഇപ്പൊ ഇതിന്റെ അന്വേഷണം നടത്താതെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇത് വളരെ വളരെ
എന്താ പറയാ ഗൗരവമായിട്ടുള്ള ഒരു സംഗതിയാണ്. ആ കുടുംബത്തോട് നീതി കാണിക്കണം. ആ ദൃശ്യങ്ങൾ കണ്ടവർക്ക് ആർക്കും കണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. ആ മകൻ ആദ്യത്തെ ശമ്പളം വാങ്ങി അമ്മയുടെ കയ്യിൽ കൊടുക്കാൻ വന്നിരിക്കുന്നു. മകള് ചെറിയ എന്താ പറയാ ന്യൂറോ ഡിസീസിന് ചികിത്സയിൽ കഴിയുന്നു. ആ കുഞ്ഞിന്റെയും ആ മകളുടെയും മകന്റെയൊക്കെ ഒരു അവസ്ഥയെന്ന് ആലോചിക്കുക. ആ സ്ത്രീയുടെ ഭർത്താവ് പറയുന്നു, അവളായിരുന്നു, ഞാൻ എന്നെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു, അവളെ വെറുതെ വിട്ടിട്ട് എന്നെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്ന ഒരു ഭർത്താവ്. എന്തൊരു ദാരുണമായ, എന്തൊരു പാത്തറ്റിക് ആയിട്ടുള്ള, എന്തൊരു ദയനീയമായ ദൃശ്യങ്ങളാണ്, കരളുലയ്ക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. കണ്ടിരിക്കാൻ വയ്യായിരുന്നു. ഞാൻ പോലും അറിയാതെ എന്റെ കണ്ണ് നിറഞ്ഞൊഴുകിപ്പോയി. അതെ, വളരെ സത്യമാണ് അങ്ങ് പറഞ്ഞത്. രംഗങ്ങളൊന്നും തന്നെ കണ്ടിരിക്കാൻ സാധിക്കില്ല. വളരെ നന്ദിയുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.